അസ്സലാമലൈക്കും മുത്തുമണീസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ഡ്രിങ്ക് വാട്ടർ പ്രോപ്പർലി ഇൻ റമദാൻ. റമദാനിൽ നമ്മളെങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കുടിക്കുക എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. റമദാനിൽ നമ്മൾ പലരും വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. അതിനാൽ തന്നെ നമുക്കൊക്കെ ഇപ്പോൾ എന്താ തലവേദന, പിന്നെ അതേപോലെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും, പിന്നെ അതേപോലെ പിമ്പിൾസ്, ചിലർക്കാണെന്നുണ്ടെങ്കിൽ അധികേറും യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഡെയിലി നമ്മൾ എത്ര വെള്ളം കുടിക്കണം? ശരിക്കും പറഞ്ഞാൽ ഡെയിലി നമ്മൾ 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെയൊക്കെ നമുക്ക് വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നോമ്പിന് ഡേ മൊത്തം നമ്മളെന്താണ് ഫാസ്റ്റിങ്ങിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും? പലരും വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലേ ഇഫ്താറിന് ശേഷം. കാരണം നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. ഡെയിലി നമ്മൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ എല്ലാ ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ബോഡിക്ക് അനുസരിച്ചിട്ട് നമ്മൾ 1.5 മുതൽ 2 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്, നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ചൂടുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതുക്കും കൂടുതൽ വേണം. കാരണം നമ്മൾ നന്നായിട്ട് വിയർത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ ശരീരത്തിലുള്ള ഓരോ സെൽസിനും വെള്ളം എന്ന് പറയുന്ന സംഭവം അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ്, ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മളെ ബോഡിയിൽ നിന്ന് കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും. അപ്പോൾ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യും? ഇനി റമദാൻ മാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് കുടിക്കും? അപ്പോൾ ഡെയിലി നമ്മൾ കുടിക്കണ പോലെ മോർണിംഗിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിനെ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്യുക എങ്ങനെ വെച്ചാൽ അത്താഴത്തിന് എങ്ങനെയാണ്, പിന്നെ അതേപോലെ നോമ്പ് തുറന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നോമ്പ് തുറന്നിട്ടില്ല ആ ഒരു ടൈം മുതൽ അത്താഴം വരെ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ കുടിക്കേണ്ടത്. നോമ്പ് തുറന്ന മുതൽ അത്താഴം വരെ ഈ ഇടയിൽ നമ്മൾ എത്ര ഗ്ലാസസ് വെള്ളം കുടിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഓൾറെഡി പറഞ്ഞു, എന്താണെങ്കിലും നമ്മൾ ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തു. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പം നമ്മൾ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വീണ്ടും 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇങ്ങനെ വെള്ളം കുടിക്കണോണ്ടില്ല ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്ത് മെയിൻ മീൽ നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ടല്ലോ, അത് നമുക്ക് വയറ് ഫില്ലായ പോലെ, വെള്ളം കുടിച്ചാൽ തന്നെ വയറ് ഫില്ലായ പോലെ തോന്നും. അപ്പോൾ നമുക്കിതൊരു നല്ല ഐഡിയ ആണ്. ഒന്നായിട്ട് നമുക്ക് കഴിക്കേണ്ടി വരില്ല. ഇല്ല സംഭവം എന്താണോ അത് ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കും. ഒന്നായിട്ട് ഇങ്ങനെ നല്ല വയറ് ഫില്ലായിട്ട് കഴിക്കണം എന്നില്ല ഒരു ടെൻഡൻസി നമ്മളിത് മാറും. പിന്നെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ മണിക്കൂർ വെച്ചിങ്ങാണ്ട് നമുക്ക് ഓരോ ഗ്ലാസസ് വെള്ളം ഇങ്ങനെ കുടിക്കുക. നമ്മൾ കിടക്കണ വരെ ആകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയും 6 അല്ലെങ്കിൽ 8 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അതാണ് എന്താണ് ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ. ഇവിടെ ഇങ്ങനെ ഒരു 6-8 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത്താഴത്തിനാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ബോഡിനെ എന്താണ് വെള്ളത്തിൻ്റെ ആ ഒരു സംഭവത്തിന് നമുക്ക് നിലനിർത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോട്ടിൽ വെക്കാം. ആ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതും നമുക്ക് അത്താഴം വരെ കുടിച്ച് തീർക്കാം. നമ്മൾ ഇടനേരത്തിലൊക്കെ കുടിച്ചുകൊണ്ട് തീർക്കുക. ഇനി വെള്ളം കുറയുമ്പോൾ നമ്മളെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാണിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് വെള്ളമാണല്ലോ നമ്മളെ ബോഡിക്ക് നല്ല ഒരു എനർജി തരുന്ന സംഭവം വെള്ളമാണ്. വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ല, പിറ്റേ ദിവസത്തേക്ക് ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ
ഫസ്റ്റ് തന്നെ പറയാം, ഈ ഒരു നോമ്പിൻ്റെ കാലം വന്നു കഴിഞ്ഞാൽ തന്നെ, ഈ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിക്ക ആൾക്കാരിലും നമ്മൾ ഈ ഒരു അടിവയറ് വേദന, അതായത് യൂറിനറി ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലേ. അധികം ആൾക്കാർക്കും വലിയ പ്രോബ്ലമാണ് ഇങ്ങനെ അടിവയറ് വേദന ആവുക. നോമ്പ് തുറക്കണ ടൈമിലൊക്കെ നന്നായിട്ട് വേദനയും കാര്യങ്ങളും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഈ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മുമ്പ് തന്നെ വെള്ളം കുടിക്കേണ്ടത്. വെള്ളം കുടിക്കൽ അത്യാവശ്യമാണ്. അടുത്തത് വേറൊരു പ്രോബ്ലമാണ് സ്കിന്നിനും നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. കാരണം ചില നമ്മൾ ഡെയിലി എണ്ണമയക്കും കാര്യങ്ങളും ഇല്ല, ആ ഒരു സ്നാക്സും കാര്യങ്ങളും കഴിക്കണമല്ലോ. ഡെയിലി നമ്മൾ ഇങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളുമാണ്, എണ്ണ കൂടുതലുള്ള ഫ്രൈഡ് ഐറ്റംസ് ഇല്ല ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കൂടിയിട്ടോ വെള്ളം കുറച്ചാണ് നമ്മൾ കുടിക്കണത്. ആ ടൈമിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മളെ സ്കിന്ന് നന്നായിട്ട് പിമ്പിൾസും കാര്യങ്ങളും വരാൻ തുടങ്ങും. സ്കിന്നൊക്കെ നന്നായിട്ട് ഡള്ളായി ഒരു ഡ്രൈനെസ്സൊക്കെ വരുന്ന പോലെ തോന്നും, പിമ്പിൾസ് വരുന്ന പോലെയൊക്കെ തോന്നും. അടുത്തതായിട്ടാണ് നമ്മൾ പറയുന്നത് ഹെഡേക്ക്, തലവേദന വരുന്നത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന, അല്ലെങ്കിൽ അതിന് മുമ്പ് തലവേദന വരിക. ഈ തലവേദന വരുന്നത് എന്തുകൊണ്ടാണ്? ബോഡിയിലില്ലേ ഹൈഡ്രേഷൻ കുറയുന്നതുകൊണ്ടാണ് നമുക്ക് തലവേദന കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം കുറയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ അതേപോലെ സ്കിൻ പ്രോബ്ലം, പിന്നെ അതേപോലെ ഹൈഡ്രേഷൻ്റെ, അതായത് നമുക്ക് തലവേദന കാര്യങ്ങൾ വരുന്നു. ഈ 3 എണ്ണം നമ്മളെ ബോഡിയിൽ നിന്ന് കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ വെള്ളം കുടിക്കണം. നമ്മൾ എങ്ങനെയും നമ്മളെ ആ ഒരു 1 അല്ലെങ്കിൽ 2 ലിറ്റർ നമ്മൾ വെള്ളം അത്തായം മുതലെല്ലാം നമ്മളെ നോമ്പ് തുറന്നത് മുതൽ നമ്മൾ അത്തായം വരെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കന്നെ ചെയ്യണം. വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഈ ജ്യൂസസ്, പിന്നെ നാരങ്ങ വെള്ളം, നമ്മളുണ്ടാക്കിയ ജ്യൂസ് കാര്യങ്ങൾ, ഫ്രൂട്ട് ജ്യൂസ് കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ ആർട്ടിഫിഷ്യൽ ജ്യൂസസ് അതൊക്കെ കുടിച്ചൂടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതൊന്നും കുടിക്കാൻ പറ്റില്ല. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വെള്ളമാണ് കുടിക്കേണ്ടത്. നമ്മൾ എത്ര ജ്യൂസും കാര്യങ്ങളും കുടിച്ച് വെച്ചിട്ട് അത് വെള്ളത്തിനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യൂല. വെള്ളം എന്ന് പറയുന്നത് സാധാ നമ്മളെ നോർമൽ വെള്ളമാണ്. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഉപ്പ് കൂടുതൽ, മസാല കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറക്കുക. പിന്നെ ഒരേ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കണമല്ലോ, 6-7 ഗ്ലാസ് അല്ലെങ്കിൽ 6-8 ഗ്ലാസ് വെള്ളം ഓരോ മണിക്കൂറിൽ ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യുക, 1 മണിക്കൂറിൽ തന്നെ 3-4 ഗ്ലാസ് വെള്ളം കുടിക്കണ്ടോ. അതേ ഒരേ ടൈമിൽ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി വരും. ഇത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടവിട്ട് വെള്ളം കുടിക്കണത്. അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനെന്ന് വെച്ചാൽ, റമളാൻ മാസം എന്ന് വെച്ചാൽ വെറും ഫുഡ് കഴിക്കുന്ന ഒരു മാസമല്ല. നമ്മൾ പ്രാർത്ഥനയും ദുആകളും, പിന്നെ അതേപോലെ നമ്മൾ റമളാൻ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയല്ലോ, അതുപോലെ നമ്മളെ മനസ്സിനെയൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു മാസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും എല്ലാതും എന്താക്കണം, നല്ലൊരു ഇതിലാവണം. അപ്പം അതോടൊപ്പം തന്നെ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ശരീരം അതേപോലെ നമ്മൾ കുടിക്കണ നമ്മളെ ബോഡിനെയും എല്ലാത്തിനെയും നമ്മൾ നല്ല രീതിയിൽ വെക്കണം. നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളും കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്കിന്നും എങ്ങനെ ഉണ്ടാവും, നല്ല ഹൈഡ്രേറ്റായി നല്ലൊരു സ്കിന്നും, പിന്നെ അതേപോലെ നല്ലൊരു മനസ്സും, ആകെ മൊത്തം നല്ലൊരു സ്പിരിച്വൽ മാസമായിട്ട് നമുക്ക് തന്നെ നമ്മളെ ബോഡിനെ നന്നായിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.